ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, വിവാഹത്തെക്കുറിച്ചുള്ള എന്റെ കൺസെപ്റ്റ് എന്താന്ന് മമ്മിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. അറിയാം. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരാളെ മമ്മി കണ്ടെത്തിയത്. ലുക്ക്, സിത്താര ശ്രീനിവാസിനെ ഇന്ന് വരെ ആരെങ്കിലും ഇംപ്രസ് ചെയ്തതായിട്ട് മോള് കേട്ടിട്ടുണ്ടോ? ദിസ് ഗായ്, he did it. നവീൻ ഗോപാൽ വർമ്മ, great businessman, talented and young, and a good human being. നിന്റെ പയ്യന് മമ്മി ആഗ്രഹിച്ച എല്ലാ ഗുണങ്ങളും ഉണ്ടായേക്ക്. ഗാഥ മാഡം നവീൻ ഗോപാൽ വർമ്മയെ ഒറ്റത്തവണ കണ്ടാ മതി. പിന്നെ മാഡത്തിന്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് മാത്രമായിരിക്കും. അതെ, യു ആർ ലക്കി. അയാൾ മിടുക്കന. നന്ദേട്ടാ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അതിന് തനിക്കെന്തിനാ പ്രത്യേകിച്ച് ഒരു അനുവാദം? നവീന്റെ കാര്യോ? നവീന്റെ കാര്യങ്ങൾ എന്നേക്കാൾ അമ്മയായ താനല്ലേ നോക്കുന്നേ? അതെ, പക്ഷേ കാരണവന്മാരോട് ചോദിക്കേണ്ട കാര്യത്തിന് അവനോട് അഭിപ്രായം ചോദിക്കാൻ പറ്റില്ലല്ലോ. എങ്കിൽ പറയേ. വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ നവീൻ ബിസിനസിന്റെ തിരക്ക് പറയും. പക്ഷെ കാലം കടന്നു പോവുക. അവനെ അങ്ങനെ വിടുന്നത് ശരിയാണോ? ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ ഒന്ന് തെന്നിക്കളിക്കും. അപ്പോ അച്ഛനമ്മമാരൊന്ന് ഫോഴ്സ് ചെയ്യണം. എന്റെ നന്ദേട്ടന്റെ ഒക്കെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? വളരെ ചെറിയ പ്രായം തൊട്ടേ സ്വന്തമായ തീരുമാനമുള്ള ആളാ നമ്മുടെ നവീൻ. അവനെ ആരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊരു തരം ഒഴിഞ്ഞു മാറ്റമാണ്. എല്ലാ കാര്യത്തിലും കൃത്യമായ അഭിപ്രായം പറയുന്ന അമ്മ പോലും നവീന്റെ വിവാഹ കാര്യത്തില് എനിക്ക് മനസ്സിലാകാത്ത രീതിയിലാ പെരുമാറുന്നത്. എന്താ സുമിത്രേ, എന്നെ കുറിച്ചൊരു സംശയം? അമ്മ ക്ഷമിക്കണം. നവീന്റെ കാര്യം പറഞ്ഞപ്പോ നവീന്റെ കാര്യത്തിൽ നിനക്കുള്ള ആശങ്ക എനിക്കറിയാം. വിവാഹത്തിന് വിധിന്നൊരു കാര്യമുണ്ടല്ലോ, അതിന്റെ സമയമാവുമ്പോ അതങ്ങ് നടന്നോളൂ. നീ സമാധാനായിട്ടിരിക്കെ. ചോദിച്ചു ബുദ്ധിമുട്ടിക്കാൻ ഞാനില്ല. അമ്മയും നന്ദേട്ടനും കൂടി വേണ്ട പോലെ തീരുമാനങ്ങളൊക്കെ എടുത്താ മതി. ഒളിഞ്ഞും തെളിഞ്ഞും പലതവണയായി സുമിത്ര ഇത് ചോദിക്കുന്നതമ്മേ. എനിക്ക് പറയാനൊക്കില്ലല്ലോ കളരിക്കൽ കുടുംബത്തിന്റെ ശാപത്തെക്കുറിച്ച്. ആരും ഒന്നും അറിയരുതെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ? അറിയാൻ പാടില്ല നന്ദ. അറിഞ്ഞാ നമ്മുടെ കുടുംബത്തിന്റെ സ്വസ്ഥത അതോടെ തീരും. ഒരു പൂജയിൽ പങ്കെടുക്കാൻ പോലും നവീൻ ഇഷ്ടമല്ല. പിന്നെ എങ്ങനെയാ അവൻ ഈ ശാപത്തുനിന്ന് പുറത്തു കൊണ്ടുവരിക? പുതിയ തലമുറയ്ക്ക് എല്ലാം കെട്ടുകഥകളായിട്ട് തോന്നും. പക്ഷെ എനിക്കും നിനക്കും അങ്ങനെ കരുതാൻ പറ്റില്ലല്ലോ. സാക്ഷികളല്ലേ നമ്മള്? ഒന്നല്ലല്ലോ, ഒരുപാട് മരണങ്ങൾക്ക്. നവീൻ ഒരു പെണ്ണാലോചിക്കുന്നതോ കണ്ടെത്തുന്നതോ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ വന്നു കയറുന്ന പെൺകുട്ടി ജീവനോടെ ഉണ്ടാവണമെന്നൊരുറപ്പ് നമുക്ക് വേണ്ടേ? അമ്മേ, ശാപം തീരണം, അതിനുള്ള കർമ്മങ്ങൾ ചെയ്യണം. അല്ലാതെ നവീൻ ഒരു വിവാഹവും ഇല്ല. കൃഷ്ണ